ശശി തരൂർ കോൺഗ്രസിനോട് എന്താണ് പറയുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ചില കൂട്ടുകെട്ടുകൾ പോലും രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അങ്ങനെ ആയിരിക്കത്തില്ലേ? ശശി തരൂർ കോൺഗ്രസിനോട് പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ, സംവിധായകരുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ പുതിയ തലമുറയുടെ ആശയാഭിലാഷങ്ങൾ, അത് നിങ്ങൾ നോക്കിക്കാണുന്നില്ല. അതനുസരിച്ചുള്ള ഒരു പുതിയ ടൈപ്പ് ഓഫ് ആക്ഷൻ പ്ലാൻ, അതിന് യോജിച്ച നേതൃത്വം, ഇതാണ് വേണ്ടത്. ഇതാണ് തരൂർ വ്യംഗ്യമായി പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരാളുണ്ട്, അത് താൻ തന്നെയാണ് എന്ന് തരൂർ പറയുകയാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ കേരളത്തിലെ ജനസാമാന്യത്തിൽ ഒരു നല്ല പങ്ക് തരൂർ എന്ന നോൺ പൊളിറ്റിക്കൽ ക്ലാസ്, പൊളിറ്റീഷ്യനാണ് സമ്മതിച്ചു, പക്ഷേ ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിന്നും വിഭിന്നമായ ഒരു വ്യക്തിത്വം, അങ്ങനെ ഒരാൾ മുന്നോട്ട് വരണം, കേരളത്തിൻ്റെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട റോൾ, താക്കോൽ സ്ഥാനങ്ങളിൽ എത്തണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തരൂർ പറഞ്ഞു വെക്കുകയാണ്. ഇത് കോൺഗ്രസിനോട് പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ ജനസാമാന്യത്തോട് പറയുകയാണ്. പക്ഷേ അത് കേരളത്തിലെ ജനസാമാന്യത്തോടാണോ പറയേണ്ടത്? വിശ്വപൗരൻ ദേശീയ തലത്തിൽ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കണ്ടേ എന്ന ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഹൈക്കമാൻഡ്, ഈ വൈകിയ വേളയിൽ ഹൈക്കമാൻഡ് തരൂരിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും അദ്ദേഹത്തെ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ഉപനേതാവായി, പ്രതിപക്ഷ ഉപനേതാവായി, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും ശശി തരൂർ ഉപനേതാവും ആയി മെച്ചപ്പെട്ട രീതിയിൽ തരൂരിന് പാർലമെൻറ്റിൽ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു വെടിനിർത്തൽ പദ്ധതി എന്ന് വേണം കരുതാൻ. അതുവരെ അദ്ദേഹം അത് സാധിക്കുന്നത് വരെ ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ പ്രസ്താവന സാഹിത്യവുമായും അഭിമുഖങ്ങളുമായും മുന്നോട്ട് തന്നെ പോകും. അത് തടയാനാവില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഒരുപക്ഷെ അവിടെ അതിൻ്റെ ഒരു പ്രത്യേകത, തരൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. തരൂർ എന്താണ് പറയുന്നത് എന്ന് ആ നിമിഷം ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഒരുപക്ഷെ മനസ്സിലാവില്ല. എന്നാലും തരൂർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിനകത്ത് ചില നോട്ടം തന്നെ ഉണ്ട് തരൂരിന്. കാരണം 4ാം തവണ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പാർലമെൻറ്റിലേക്ക്, നിയമസഭയിലേക്ക് ആകാം എന്നല്ലേ വായിച്ചെടുക്കേണ്ടത്? അടിവരയിട്ട് പറഞ്ഞത് പാർലമെൻറ്റിലേക്ക് ഇനി ഒരു മത്സരം ഉണ്ടാവില്ല. അതിനർത്ഥം നിയമസഭയിലേക്കോ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ താൻ ഇപ്പോഴും യോഗ്യൻ തന്നെയാണ്, രാഷ്ട്രീയ വനവാസത്തിന് താനില്ല എന്ന് തന്നെയാണ്. അത് 4 വർഷത്തിന് ശേഷം നടക്കേണ്ട കാര്യമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4.5 വർഷത്തിന് ശേഷം നടക്കേണ്ട കാര്യമാണ്. അതിന് മുൻപ് വരേണ്ടത് 1 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടതുണ്ട്. ലോക്സഭ MP നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമോ എന്നതാണ് വിഷയം. അങ്ങനെയെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയുണ്ട്, അത് KC വേണുഗോപാലാണ്. അപ്പം അദ്ദേഹം ആഗ്രഹങ്ങളൊന്നും തന്നെ തുറന്നു പറയുന്നില്ല. ഒരു പക്ഷേ വലിയ തോതിൽ ചക്കളത്തി പോരാട്ടം മുക്കുമ്പോൾ തനിക്ക് സാധ്യത ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ പറന്നിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാവും KC വേണുഗോപാലിനും ഉള്ളത്. ഒരിക്കലും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പദമല്ലാതെ അടുത്തെങ്ങും തന്നെ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സംവിധാനമോ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യമില്ലല്ലോ അടുത്തൊരു 4-5 വർഷത്തേക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റേക്സ് ആർ വെരി ഹൈ ആസ് ഫാർ ആസ് കേരള പൊളിറ്റിക്സ് ഈസ് കൺസേൺഡ്. ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് തെരഞ്ഞെടുപ്പ് വരേണ്ട 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കളത്തിലേക്ക് തൊപ്പി എറിഞ്ഞ് നിൽക്കുകയാണ് തരൂറും. അതുതന്നെയാണ് വിഷയം. ഇപ്പം ലീഗ് തന്നെ തരൂരിന് വലിയ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 3ാം വട്ടവും അധികാരം ഇല്ലാതെ കളത്തിന് പുറത്ത് നിൽക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. തരൂർ പറഞ്ഞ ഒരു കാര്യത്തിൽ ലീഗിന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. തരൂർ പറഞ്ഞതുപോലെ കൃത്യമായി കേരളത്തിലെ ജനം ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അവരിപ്പോഴും പൊളിറ്റിക്കൽ ക്ലാസ്സിൽ തന്നെയാണ്. പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരാളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മഹാഭൂരിപക്ഷം മലയാളികളും കാണുന്നത്. അത് ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും അതുമല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ തന്നെ. പക്ഷേ ലീഗ് കാണുന്നൊരു കാര്യമുണ്ട്, സർവ്വഥാ യോഗ്യനായ ഒരാളെ കടിപിടിയില്ലാതെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരാനാകുമെങ്കിൽ തരൂരിനെതിരെ
അഴിമതി ആരോപണങ്ങളോ നെഗറ്റീവ് കാര്യങ്ങളോ ഉടനടി പറയാനൊന്നും തന്നെയില്ല. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പിന്നെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് വ്യക്തിപരമായ ചില ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രതിച്ഛായുള്ള ഒരാളെ മുന്നിൽ നിർത്താൻ കഴിയുമല്ലോ എന്ന രീതിയിൽ ലീഗ് ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മതനിരപേക്ഷ ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം ഒരിക്കൽ മാത്രമാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കൂട്ടത്തിൽ ഹമാസ് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഹമാസിനെ ഭീകരരെന്ന് വിശേഷിപ്പിച്ച ഒരു കല്ലുകടി ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് ഇംപെക്കബിളാണ്. അതുകൊണ്ട് ലീഗിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തരൂരിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ കേരളത്തിനുള്ളിൽ താഴേക്ക് പോയി എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരാലോചനയുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്ന് വരുന്നത് ലീഗിന് താല്പര്യമുള്ളൊരു കാര്യമല്ല. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നിരന്തരം ലീഗ് സമ്പർക്കത്തിലുമാണ്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കും. പക്ഷേ അതിനൊരു പ്രേരക ഘടകം, സ്വാധീന ശക്തി, ചാലകശക്തി, അല്ല എങ്കിൽ കാറ്റലിറ്റിക് റോൾ എന്ന് പറയുന്നത് രാസത്വരകമായി പ്രവർത്തിക്കാനുള്ള ലീഗിൻ്റെ എക്കാലത്തെയും ഒരു ദൗത്യമാണ്. അത് റോൾ എന്നുള്ളതല്ല, ഒരു ദൗത്യം തന്നെയാണ്. ദൗത്യമായി തന്നെ പടൽപിടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, UDF-നുള്ളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പരിഹരിച്ചിരുന്നത് പാണക്കാട് ഫാമിലിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നു കൊണ്ടാണ് തർക്കങ്ങൾ പറഞ്ഞൊതുക്കിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി ലീഗ് അങ്ങനെ രംഗത്ത് വന്നേക്കാം. കോൺഗ്രസിൽ അടിമൂക്കുകയാണെങ്കിൽ ഇനിയും തരൂർ പിൻവാങ്ങിയാൽ പോലും അപ്പോഴും പ്രശ്നം അവിടെ നിൽക്കുന്നു. ഭൈമി കാമുകർ അനേകരാണ്. അതുകൊണ്ടാണ്. പക്ഷേ ലീഗ് അതൃപ്തരാണ് പൊതുവെ UDF-നകത്ത് നിൽക്കുന്നതിൽ. അത് തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേതൃപ്രതിസന്ധി, അതുപോലെ തന്നെ ഘടകകക്ഷികൾ അതൃപ്തരാണ് എന്നും പറയുന്നുണ്ട്. അതൃപ്തിയുടെ ലീഗിൻ്റെ അതൃപ്തി എന്ന് പറയുന്നത് വിജയമില്ലല്ലോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതൃപ്തി. കാരണം 10 വർഷത്തിലധികം ഈ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ലീഗിന് അടുപ്പിച്ച 5 വർഷത്തിൽ കൂടുതൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ. ആദ്യമായിട്ടാണ്. 10 വർഷം വരെ സഹിക്കാം. അതിനുശേഷം ലീഗ് അണികൾ ഉൾപ്പെടെ ചോരും എന്നൊരു ഒരു ഭയമുണ്ട്. അത് എല്ലാ പാർട്ടികൾക്കുമുണ്ട്. കോൺഗ്രസിനുണ്ട്, എല്ലാ പാർട്ടികൾക്കുമുണ്ട്. BJP ഒഴിച്ചുള്ള മറ്റെല്ലാ പാർട്ടികൾക്കും BJP ഉടനടി ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ് അണികളുടെ ചോർച്ച കിട്ടുന്നത്. ബോണസാണ്. ഇനി വരുന്നതെല്ലാം തന്നെ വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ തന്നെ BJPക്ക് ഏതാണ്ട് 20 മണ്ഡലങ്ങളിൽ 19-20 മണ്ഡലങ്ങളിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നുകിൽ അവർ 1ാം സ്ഥാനത്താണ് അല്ലെങ്കിൽ 2ാം സ്ഥാനത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നിയമസഭയിൽ അത് ആവർത്തിക്കണമെന്നില്ല. എങ്കിലും BJPക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. പക്ഷേ UDF-ന് അതല്ല. ഡു ഓർ ഡൈ ബാറ്റിൽ. കാരണം റാങ്ക്സ് വിൽ നോട്ട് സ്വെൽ, റാങ്ക്സ് വിൽ ബ്ലീഡ് അല്ലേ. UDF റാങ്കിൽ നിന്നും വലിയ തോതിൽ ചോർച്ച ഉണ്ടാകും. അത് ലീഗിൽ നിന്നും ചോർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് അതൃപ്തി എന്ന് പറയുന്നത് ലീഗിനെ അവഗണിച്ചു എന്ന രീതിയിലായിരിക്കില്ല. ലീഗിന് എക്കാലത്തും UDF-ൽ മുന്തിയ പരിഗണന ലഭിച്ചിട്ടുണ്ട്. LDF-ൽ ചേർന്നാൽ ലീഗിന് ആ രീതിയിലുള്ള പരിഗണന ലഭിക്കുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാനാവില്ല. കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അല്ല CPM. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള കോൺഗ്രസിൻ്റെ പോലെ ഒരു അക്കോമഡേറ്റീവ് നേച്ചർ ഒരുപക്ഷെ CPM-ന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ലീഗിന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതല്ലാതെ, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതല്ലാതെ മറ്റ് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് ലീഗ് ഒരു തിരുത്തൽ ശക്തിയായി, ഒരു പ്രേരക ഘടകമായി, കൺസോളിഡേറ്റിംഗ് ഫോഴ്സായി നിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ തരൂരിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പെട്ടു നിൽക്കുന്നതെന്നാണ്. ഇംഗ്ലീഷിൽ ടു ബിഗ് എ ഫിഷ് ടു ക്യാച്ച്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വെറും മീനല്ല, തിമിംഗലമാണ്. ഒരു ദേശീയ അന്തർദേശീയ ശ്രദ്ധ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം മലയാളികളുടെ ഇടയിൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന മലയാളി ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴൊരു ഉത്തരമേ നൽകാനാവൂ. അത് ശശി തരൂറാണ്. ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് സമുന്നതരായ നേതാക്കളെക്കാൾ വിശ്വപൗരനായ തരൂരിന് തന്നെയാണ് ഗ്ലോബൽ സ്റ്റേച്ചർ. പക്ഷേ അത് കേരളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി പദത്തിനൊക്കെ യോജിച്ചയാളാണോ എന്നറിയില്ല. പക്ഷേ തരൂർ കൊണ്ടുവരുന്ന ഒരു സോളിഡിറ്റി, തരൂർ കൊണ്ടുവരുന്ന ഒരു സ്റ്റെബിലിറ്റി, തരൂർ കൊണ്ടുവരുന്ന ഒരു വിശ്വാസ്യത, തരൂർ കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു നോൺ പൊളിറ്റിക്കൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഘടകം തന്നെയാണ്. അവർക്ക് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാൻ, UDF-നോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ആളുകളുടെ നല്ലൊരു പങ്ക് വിദേശത്താണ്. ഒരുപക്ഷെ വോട്ട് ചെയ്യില്ല. ഈ വോട്ടിംഗ് ഒക്കെ വലിയ മോശപ്പെട്ട കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആരെങ്കിലുമൊക്കെ പോയി വോട്ട് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരാണ് പലപ്പോഴും തരൂറിൻ്റെ പിന്തുണക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസോളിഡേറ്റഡ് ക്ലാസ് ഇല്ല എന്നുകൂടി ഓർക്കണം.
അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ച് വേണം തരൂറിൻ്റെ ഒരു വലിപ്പം നമ്മൾ നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ ഒരു ഇടം, രാഷ്ട്രീയ അസ്തിത്വം നിശ്ചയിക്കാൻ ഇതെല്ലാം പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. 2009 മുതൽ കോൺഗ്രസ്സുകാർ നോക്കിയതാ തോൽപ്പിച്ച് കൊണ്ടുവരാമെന്ന്. പക്ഷേ ഇപ്പം ഈ 2024 തരൂര് വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തന്നെയാണ് തരൂർ പറയുന്നത്. കോൺഗ്രസ്സുകാർ തോൽപ്പിക്കാൻ നോക്കുമ്പോഴും നാട്ടുകാർ ഏറ്റെടുത്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും ജയിച്ചു വീണ്ടും വീണ്ടും ജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് എത്ര കാലം തുടരാനാവും? എനിക്കും ഒരു അസ്തിത്വം വേണ്ടേ? എനിക്കും എൻ്റേതായ എനിക്ക് ആഗ്രഹിക്കുന്ന, മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഇടം വേണ്ടേ? എല്ലാ വിവാഹത്തിനും പോവുക, എല്ലാ മരണ ശവസംസ്കാര ശുശ്രൂഷയിലും ഓടി നടന്ന് പങ്കെടുക്കുക, എല്ലാവരെയും തോളിത്തട്ടി സുഖിപ്പിക്കുക, ഇതൊക്കെയാണ് MP-യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനുള്ള കാലം കഴിഞ്ഞു എന്നാണ് ഒരുപക്ഷെ തരൂർ പറയാൻ ഉദ്ദേശിക്കുന്നത്. 16 വർഷത്തെ പാർലമെൻ്ററി ജീവിതം, 4ാം ടേം. അപ്പോൾ ഇനി ഒരു 4 വർഷം കൂടെ കഴിയുമ്പോൾ 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതം. അത് വലിയൊരു സമയമാണ്, ഒരു പുരുഷായുസിൻ്റെ വലിയ സമയമാണ്. എനിക്കത് ഈ കർണാടകത്തിലെ പോലെ സിദ്ധരാമയ്യ പിന്നെ ടീമുണ്ടല്ലോ, ശിവകുമാർ ദ്വയം, അതുപോലെ ഇവിടെ തരൂർ സതീഷ് അങ്ങനൊരു അതൊരു സ്ട്രേഞ്ച് കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു ടീമുണ്ട്. ആ ടീം എത്രത്തോളം തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ സമ്മാനിക്കുന്ന ടീം തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ KPCC പ്രസിഡന്റ് K. സുധാകരനും നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും. പക്ഷെ അത് എല്ലാ തെരഞ്ഞെടുപ്പിലും, ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഈ ടീമിൻ്റെ വിജയമാണ് കണ്ടത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ച്, അത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ച്, അതിൽ തന്നെ മെച്ചപ്പെട്ടൊരു വോട്ട് ഷെയർ നേടാൻ കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് അത്ര സുഖകരമല്ല എന്നത് മാത്രമാണ് പ്രസക്തി. അതുകൊണ്ട് തരൂർ ഒരു ടീം മാൻ ആണോ അറിയില്ല. ഇതുവരെ ഒരു ടീം, ഒരു പ്ലെയർ എന്ന നിലയിൽ എല്ലാവരേക്കാളും വലിയ തലപ്പൊക്കത്ത് നിൽക്കുകയാണ് തരൂർ. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം നോർമൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ കേരള. അതുകൊണ്ടാണ് ഒരു ടീമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബോൾ പാസ് ചെയ്ത് കളിക്കുന്ന ഫുട്ബോളിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് ഒരു ബൗൾ ചെയ്യുമ്പോൾ, ക്രിക്കറ്റിൽ ബൗൾ ചെയ്യുമ്പോൾ അത് ഫീൽഡ് സെറ്റ് ചെയ്ത് അതനുസരിച്ച് ഫീൽഡിനനുസരിച്ച് ബൗൾ ചെയ്യുന്ന ഒരു ബൗളർ, അത് ടീം മാൻ. അങ്ങനെയൊന്നുമല്ല തരൂർ. തരൂറിൻ്റെ ഒരു അസ്തിത്വത്തിൽ നിൽക്കുകയാണ്. അത് മറ്റെല്ലാവരും അതിലേക്ക് വരണം എന്ന് പറയുമ്പോൾ വീണ്ടും തരൂറിനെ ഒറ്റയാനായിട്ട് മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാണൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.